നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഹാസ്യാഭിനയത്തിലൂടെ പ്രവാസികളെ കുടുകൂടെ ചിരിപ്പിച്ച, പ്രവാസികളുടെ മനസ്സിൽ ഇടം പിടിച്ച മലയാളി നടി സുബി സുരേഷ് അന്തരിച്ചു. ഗൾഫ് നാടുകളിൽ നിരവധി സ്റ്റേജ് ഷോകളിൽ നിറസാന്നിധ്യമായിരുന്നു താരം. ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 15 ദിവസത്തോളമായി ചികിത്സയിലായിരുന്നു. 41 വയസ്സായിരുന്നു. കരൾ സംബന്ധമായ രോഗത്തെ തുടർന്ന് നേരത്തെ തന്നെ ചികിത്സ തേടിയിരുന്നു. സുബി മികച്ച സ്റ്റേജ് സെൻസ് ഉള്ള കലാകാരിയാണെന്നും ഇത്രയും വേഗം വേർപിരിയുമെന്ന് കരുതിയില്ലെന്നും നടൻ ജയറാം അനുശോചനം അറിയിച്ചു. കൂടാതെ ടിനി ടോം ഉൾപ്പെടെയുള്ള താരങ്ങൾ സുബിക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. മിമിക്രിയിൽ വന്ന കാലഘട്ടം മുതൽ കൂടെയുണ്ടായിരുന്ന സഹപ്രവർത്തക, വിട കൂട്ടുകാരി എന്നാണ് ടിനി ടോം സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. സിനിമാല എന്ന കോമഡി പരമ്പരയിലൂടെ സുബി സുരേഷ് പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി മാറുകയായിരുന്നു. ടെലിവിഷൻ ചാനലുകളിലും സ്റ്റേജ് ഷോകളിലുമായി നിരവധി സ്റ്റേജുകളിൽ വിവിധ തരത്തിലുള്ള കോമഡി റോളുകൾ സുബി ചെയ്തിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിലും ധാരാളം സ്റ്റേജ് ഷോകളിൽ കോമഡി സ്കിറ്റുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. സൂര്യ ടിവിയിലെ കുട്ടിപ്പട്ടാളം എന്ന കൊച്ചുകുട്ടികളുടെ പരിപാടിയിലൂടെ അവതാരികയായി സുബി ശ്രദ്ധ നേടിയിരുന്നു. എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിലായിരുന്നു ജനനം. തൃപ്പൂണിത്തുറ സർക്കാർ സ്കൂളിലും എറണാകുളം സെന്റ് തെരേസാസിലുമായിരുന്നു സ്കൂൾ കോളേജ് വിദ്യാഭ്യാസം. സ്കൂൾ പഠനകാലത്ത് നല്ലൊരു നർത്തകിയായി. ബ്രേക്ക് ഡാൻസ് ആയിരുന്നു സുബി പഠിച്ചത്. അതിലൂടെയാണ് വേദികളിലേക്കുള്ള അരങ്ങേറ്റം. പിന്നെ മിനി സ്ക്രീനിൽ കോമഡി പരിപാടികൾ ചെയ്തു. സിനിമാല എന്ന കോമഡി പരമ്പരയിലൂടെ സുബി സുരേഷ് പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി മാറുകയായിരുന്നു. രാജസേനൻ സംവിധാനം ചെയ്ത കനക സിംഹാസനം എന്ന സിനിമയിലൂടെ 2006 സുബി സുരേഷ് ചലച്ചിത്ര ലോകത്തേക്ക് കടക്കുന്നത്. എൽസമ്മ എന്ന ആൺകുട്ടി, പഞ്ചവർണ്ണ തത്ത, ഡ്രാമ എന്നിവയുൾപ്പെടെ 20-ലധികം സിനിമകളിൽ സുബി അഭിനയിച്ചിട്ടുണ്ട്. ജീവിതത്തിലെ ഏതൊരു കാര്യത്തെയും വളരെയധികം തമാശയോടെ കാണുന്ന ആളാണ് സുബി സുരേഷ്. ഇത്ര ഗൗരവമുള്ള കാര്യം അവതരിപ്പിക്കുമ്പോഴും അതിൽ തന്റെ സ്വതസിദ്ധമായ ശൈലിയുള്ള തമാശകളും ഉൾക്കൊള്ളിക്കാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. എന്തായാലും ഗൾഫ് നാടുകളിലെ സ്റ്റേജ് ഷോകളിൽ നിറസാന്നിധ്യമായിരുന്ന സുബിയുടെ വേർപാട് പ്രവാസികളെയും ഏറെ വിഷമത്തിലാക്കിയിരിക്കുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.